വലിയ പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ ബോഹു തീമിലൊരു പ്ലാനർ ചെയ്താൽ എന്തൊക്കെ പരാജയങ്ങൾ സംഭവിക്കാം എന്നുള്ളത് എനിക്ക് ഈ വീഡിയോ ഫുള്ള് കണ്ടാലും മനസ്സിലാവും കേട്ടോ. കാരണം എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് എന്നുള്ളൊരു ഫീലോട് കൂടിയാണ് ഇന്ന് ജനുവരി 31 ആണെന്നുള്ള സത്യം ഞാൻ തിരിച്ചറിയുന്നത്. ജനുവരി മന്ത് ഇവിടെ കഴിഞ്ഞു. ന്യൂ ഇയർ ഇന്നലെ കഴിഞ്ഞ പോലെയാണ് ഫീൽ ചെയ്യുന്നത്. ബട്ട് ഇന്ന് ജനുവരി 31 ആണ്. സോ മസ്റ്റായിട്ടും ഒരു പ്ലാനർ പ്രിപ്പയർ ചെയ്യണം ഫെബ്രുവരി മന്തിലേക്ക് വേണ്ടിയിട്ട്. എൻ്റെ കയ്യിലൊരു പ്ലാനർ സെറ്റ് ഉണ്ട്. എങ്കിലും അതിൽ ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ചെറിയ പ്ലാനറാണ് ഞാൻ ഹാൻഡ് മെയ്ഡായിട്ട് ചെയ്യുന്നത്. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ജനുവരി മന്തിൽ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ കയ്യിലുള്ള പ്ലാനർ സെറ്റും ഒക്കെ. അപ്പോൾ അതൊന്ന് കാണാത്തവരൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേ ഒരു ബോഹു തീം ആയതുകൊണ്ട് തന്നെ ഒരു ബോഹു ടച്ച് വരുന്ന രീതിയിൽ ചെറിയൊരു പെയിൻറ്റിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ ഫെബ്രുവരി എന്നുള്ളതൊക്കെ ലാസ്റ്റ് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു. ആദ്യം പെയിൻറ്റിങ് പരിപാടികളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് പിന്നെ ദേ ഇങ്ങനെ ഒരു സംഭവത്തിന് ഹെഡിങ് എഴുതാനുള്ള ഭാഗമൊക്കെ ഒന്ന് ജസ്റ്റ് ലൈറ്റ് ഷെയ്ഡ് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നെക്സ്റ്റ് പേജിൽ അതേപോലെ ഹൈലൈറ്റ് ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ ആദ്യം ചെയ്ത് വെക്കണം. കാരണം ഈ പെയിൻറ്റ് ചെയ്തിട്ട് ഡ്രൈ ആവാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതെനിക്ക് ഭയങ്കര ഒരു എന്താ പറയുക മടിയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അതൊക്കെ അങ്ങനത്തെ പരിപാടികളൊക്കെ ആദ്യം ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ഒരു ബോഹോ തീമിലുള്ള പിക്ചേഴ്സൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് പിൻട്രസ്റ്റിൽ നോക്കിയാൽ ഒരുപാട് കിട്ടും കേട്ടോ. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇഷ്ടം പോലെ ഓപ്ഷൻസ് പിൻട്രസ്റ്റിലുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഞാൻ എങ്ങനെ ജസ്റ്റ് പിൻട്രസ്റ്റൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് അതിൽ നിന്ന് എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കാരണം കുറച്ച് ഹെവി ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ വരയ്ക്കാൻ ടൈം വേണം. എൻ്റെ കയ്യിൽ ഇല്ലാത്ത സംഭവം അതാണ്. കാരണം നാളെയാണ് ഫെബ്രുവരി 1. അതിൻ്റെ മുന്നേ ഇത് കംപ്ലീറ്റ് ചെയ്യും വേണം. പിന്നെ കളർ കോമ്പിനേഷനൊക്കെ ഞാൻ എൻ്റെ ഒരു എന്താ പറയുക പെട്ടെന്നുള്ള ഐഡിയ വെച്ചിട്ട് ചെയ്തതാണ്. അതുകൊണ്ട് ആ ഒരു ഓറഞ്ച് അവിടെ വന്നത് എന്തിനാണ് ഞാൻ ആ ഓറഞ്ച് കൊടുത്തതെന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് ഇപ്പോഴും റിഗ്രറ്റാണ്. ആ ഓറഞ്ച് മാത്രമാണ് എനിക്ക് ഈ ഒരു പെയിൻറ്റിങ്ങിൽ മൊത്തത്തിൽ ഇഷ്ടപ്പെടാത്തൊരു കളർ. അതൊരു ഫെയിലിയറാണ്. ഫെയിലിയർ എന്ന് പറയാൻ പറ്റില്ല, അതൊരു മിസ്റ്റേക്കാണ്. പിന്നെ നെക്സ്റ്റ് വൺ ഫെയിലിയറാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു പിക്ചർ. അത് വരച്ചിട്ട് എനിക്കിഷ്ടമായില്ല എന്നുള്ളത് ഓക്കെ, അത് പോട്ടെ എന്ന് വിചാരിക്കാം. ബട്ട് നിങ്ങൾ കണ്ടു നോക്കൂ, നെക്സ്റ്റ് പേജിലേക്ക് ഞാനിങ്ങനെ മറിച്ചപ്പോൾ എന്തിനാണ് ഞാൻ ഈ ഒരു പെർമനൻറ്റ് മാർക്കർ അതിൽ യൂസ് ചെയ്തതെന്ന് എനിക്ക് മനസ്സിലാവണില്ല. കാര്യമായിട്ടിരുന്ന് മൊത്തം വരച്ച് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് പേജിലേക്ക് മറിച്ചപ്പോഴാണ് എനിക്ക് പറ്റിയ അമളി മനസ്സിലായത്. മൊത്തം ആ ഒരു പേജിലേക്ക് ട്രേസ് ആയിട്ടുണ്ടായിരുന്നു. ആ ഒരു പേജിൽ നിന്നല്ല, നെക്സ്റ്റ് അപ്പുറത്തെ പേജിലേക്കും അത് ട്രേസ് ആയിട്ടുണ്ടായിരുന്നു. കണ്ടോ അവിടെ ഒരു ബ്ലാക്ക് മാർക്ക്. എന്തായാലും വേണ്ടില്ല, വന്നത് അവിടെ ഇരിക്കട്ടെ. കാരണം ഇനി വേറൊരു പ്ലാനർ ചെയ്യാനുള്ള ടൈം എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് തന്നെ ഉള്ളതൊക്കെ വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. എന്നിട്ട് താഴെ വീണ്ടും ഞാൻ പെർമനൻറ്റ് മാർക്കർ തന്നെ ഉപയോഗിച്ച് ആ ഒരു ചെറിയൊരു പ്ലാന്റ് പോലെ വരച്ചു കൊടുത്തു. അതാണ് എനിക്ക് വീണ്ടും പറ്റിയൊരു ഫെയിലിയർ. കാരണം പെർമനൻറ്റ് മാർക്കർ വെച്ചിട്ട് അപ്പുറത്തേക്കായി എന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ താഴെ വീണ്ടും വരച്ചു. അത് വീണ്ടും ഇതേപോലെ അടയാളം വന്നു. എന്തായാലും ഫെബ്രുവരി മന്തിലെ പ്ലാനർ ഒരു പ്ലാനും ഇല്ലാതെ ചെയ്തതുകൊണ്ട് അതിൻ്റെ റിസൾട്ട് അതിൽ കാണാനുണ്ട്. എന്തായാലും ഇങ്ങനൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇഷ്ടമായാൽ എന്ന് ഞാൻ പറയുന്നില്ല. എന്തായാലും ചാനലൊന്ന് കയറി ചെക്ക് ചെയ്ത് നോക്കൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റ് വീഡിയോസൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ.